ഗുഡ് മോർണിംഗ്. നല്ലൊരു ചിന്ത. ഒരിക്കൽ മുല്ല നസ്രുദ്ദീൻ ഒരു താറാവിനെ കൊന്ന് രുചികരമായ ഒരു സൂപ്പുണ്ടാക്കി. സൂപ്പിൻ്റെ മണം പരിസരമാകെ പരന്നപ്പോൾ സൂപ്പ് കുടിക്കാൻ ഒരു സുഹൃത്ത് എത്തി. നസ്രുദ്ദീൻ അദ്ദേഹത്തിന് ഒരു പാത്രം സൂപ്പ് നൽകി. അദ്ദേഹം അത് സന്തോഷത്തോടെ കുടിച്ചു മടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വന്ന് പറഞ്ഞു, ഞാൻ നേരത്തെ വന്ന സുഹൃത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. നസ്രുദ്ദീൻ അദ്ദേഹത്തെയും അകത്തിരുത്തി ബാക്കിയുണ്ടായിരുന്ന സൂപ്പിൽ അല്പം വെള്ളം ചേർത്ത് കൊടുത്തു. പിന്നാലെ മൂന്നാമൻ എത്തി. ഞാൻ നിങ്ങളുടെ സൂപ്പ് കുടിച്ച സുഹൃത്തിൻ്റെ സുഹൃത്താണ്. ചട്ടിയിൽ സൂപ്പ് തീരാറായിരുന്നു. അദ്ദേഹം കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ച് ചൂടാക്കി കൊടുത്തു. ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. നാലാമത്തെ ഒരാൾ എത്തി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സൂപ്പ് കുടിച്ച സുഹൃത്തിൻ്റെ സുഹൃത്താണ്. നസ്രുദ്ദീൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നിട്ട് ഒരു പാത്രം പച്ചവെള്ളം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചു. അതിഥി അത്ഭുതപ്പെട്ട് ചോദിച്ചു, ഇതെന്താണ് മുല്ല? ഇതിന് സൂപ്പിൻ്റെ ലക്ഷണമേ ഇല്ലല്ലോ, വെറും പച്ചവെള്ളമല്ലേ ഇത്? നസ്രുദ്ദീൻ ശാന്തനായി മറുപടി പറഞ്ഞു, സുഹൃത്തേ, ഇത് നിങ്ങൾ എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തല്ലേ? ഇത് താറാവ് സൂപ്പിൻ്റെ സൂപ്പാണ്. അതിഥിയുടെ വായടഞ്ഞുപോയി. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇല്ലാത്ത ബന്ധം സ്ഥാപിക്കാൻ വരുന്നവരോടുള്ള സമീപനം എങ്ങനെയായിരിക്കണമെന്ന് മുല്ല നസ്രുദ്ദീൻ ഈ കഥയിലൂടെ പഠിപ്പിക്കുന്നു. ഒരു നല്ല ചിന്ത. ഓട്ടത്തിൽ മിടുക്കനായ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ പങ്കെടുത്തൊരു ഗ്രാമീണ ഓട്ട മത്സരത്തിൽ മറ്റുള്ളവരെയെല്ലാം തോൽപ്പിച്ച് തലയെടുപ്പോടെ നിന്നുകൊണ്ട് അവൻ ചോദിച്ചു, ഇനി ആരെങ്കിലും എന്നോട് മത്സരിക്കാനുണ്ടോ? അവിടെ ഉണ്ടായിരുന്ന വയോധികനായ ഒരാൾ കൈ ഉയർത്തി. കുട്ടിക്കൊപ്പം മത്സരിച്ചോടാൻ അയാൾ 2 പേരെ നിർദ്ദേശിച്ചു, മറ്റൊരു വയോധികനും ഒരു വയോധികയും. മത്സരം തുടങ്ങി. മറ്റു 2 പേരും ഓടിയെത്തുന്നതിന് ഏറെ മുമ്പേ കുട്ടി ഫിനിഷ് ചെയ്തു. പക്ഷേ അത്രയും നേരം നിറഞ്ഞ കയ്യടിയോടെ അവനെ പ്രോത്സാഹിപ്പിച്ചിരുന്നവർ ആരും അപ്പോൾ ആരവം മുഴക്കിയില്ല. അതിൽ അതിശയം തോന്നിയ അവൻ കാരണം അന്വേഷിച്ചു. വയോധികൻ പറഞ്ഞു, നീ അവർ 2 പേരുടെ കൈകളും പിടിച്ച് അവരോടൊപ്പം ഓടൂ. അവൻ അങ്ങനെ ചെയ്തു. അവർ 3 പേരും ഒരുമിച്ചോടി ഓട്ടം തീർത്തു. ആളുകൾ വീണ്ടും ഏറെ ഉച്ചത്തിൽ ഹർഷാരവം മുഴക്കി. കുട്ടിക്ക് വീണ്ടും സംശയം, ആർക്ക് വേണ്ടിയാണ് ജനക്കൂട്ടം കൈയടിച്ചത്? ആരാണ് വിജയിച്ചത്? വൃദ്ധൻ പറഞ്ഞു, ഇത് വിജയിക്കുള്ള കയ്യടിയല്ല, അവരോടൊപ്പം ഓടിയ നിനക്കും നിന്നോടൊപ്പം കൂടിയ അവർക്കുമുള്ള കയ്യടിയാണ്. നീ അവർക്കായി തോറ്റുകൊടുത്തതിനാൽ യഥാർത്ഥ ക്രെഡിറ്റ് നിനക്ക് തന്നെ. ജയിക്കാൻ മാത്രമല്ല, തോറ്റുകൊടുക്കാനും നാം പഠിക്കണം. ജയിക്കാൻ വേണ്ട പരിശ്രമത്തേക്കാൾ വലുതാണ് തോറ്റുകൊടുക്കാൻ വേണ്ട മനോവികാസവും തോൽവിയെ അംഗീകരിക്കാനുള്ള വൈകാരിക പക്വതയും. നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നവരെയല്ലേ നാം തോൽപ്പിക്കേണ്ടത്. നമ്മുടെ എതിരാളികളെയെല്ലാം പോരാളികളായി നാം കാണേണ്ട കാര്യവുമില്ല. മത്സരക്ഷമതയുള്ളവരോടൊപ്പം സ്വന്തം വിജയത്തിനായി പോരാടുക എന്നാൽ
പ്രാപ്തിയില്ലാവരുടെ വിജയത്തിനായി അവരോടൊപ്പം നിന്ന് മറ്റുള്ളവരോട് പോരാടാനും നമുക്കാകണം. ക്ഷമയും സ്നേഹവും 2 വാക്കുകൾ മാത്രമല്ല, ജീവിതത്തെ നിലനിർത്തുന്ന അദൃശ്യമായ ശക്തികളാണ്. പലരോടും പലർക്കും സ്നേഹം, ഇഷ്ടം എന്നിവയുണ്ടാവാം. പക്ഷേ ദേഷ്യം, പരിഭവം, കുശുമ്പ് ഇതൊക്കെ അവരുടെ മാത്രം സ്വന്തമെന്ന് തോന്നുന്നവരോട് മാത്രം തോന്നുന്ന വികാരമാണ്. കൂടെയുള്ള മനുഷ്യരെക്കാൾ വലുതാവരുത് കൂടെയുള്ള ഒരു പിടിവാശിയും. ദിവസവും രാവിലെ സ്വയം പറയേണ്ട 5 വാക്കുകൾ. 1. ഞാനാണ് ഏറ്റവും മികച്ചത്. എനിക്കത് ചെയ്യാൻ കഴിയും. ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഞാനൊരു വിജയിയാണ്. ഇന്നെൻ്റെ ദിവസമാണ്. അബ്ദുൽ കലാം. ഇന്നെൻ്റെ കരളിലെ പൊന്നാണി പാടത്തൊരു പുന്നാരപ്പനന്തത്ത പറന്നു വന്നു. ഒരു പഞ്ചാര പനന്തത്ത പറന്നു വന്നു. ഇന്നെൻ്റെ കരളിലെ പൊന്നാണി പാടത്തൊരു പുന്നാരപ്പനന്തത്ത പറന്നു വന്നു. പാടാത്ത പാട്ടില്ല, പറയാത്ത കഥയില്ല, ഓടക്കുഴലും കൊണ്ടോടി വന്നു. പാടാത്ത പാട്ടില്ല, പറയാത്ത കഥയില്ല, ഓടക്കുഴലും കൊണ്ടോടി വന്നു. എന്നെ തേടിക്കൊണ്ടെൻ്റെ മുന്നിലോടി വന്നു. എന്നെ തേടിക്കൊണ്ടെൻ്റെ മുന്നിലോടി വന്നു. ഇന്നെൻ്റെ കരളിലെ പൊന്നാണി പാടത്തൊരു പുന്നാരപ്പനന്തത്ത പറന്നു വന്നു. ഒരു പഞ്ചാര പനന്തത്ത പറന്നു വന്നു. പുത്തനാങ്കിനാവുകൾ പൂങ്കതിരണിഞ്ഞപ്പോൾ തത്തമ്മയ്ക്കത് ഞാൻ കാഴ്ചവച്ചു. പുത്തനാങ്കിനാവുകൾ പൂങ്കതിരണിഞ്ഞപ്പോൾ തത്തമ്മയ്ക്കത് ഞാനും കാഴ്ചവച്ചു. എൻ്റെ തത്തമ്മയ്ക്കതു ഞാനും കാഴ്ചവച്ചു. കതിരൊക്കെ കിളി തിന്നാൽ പതിരൊക്കെ ഞാൻ തിന്നാൽ മതി എൻ്റെ കൽവിലപ്പോൾ ആനന്ദം. കതിരൊക്കെ കിളി തിന്നാൽ പതിരൊക്കെ ഞാൻ തിന്നാൽ മതി എൻ്റെ കൽവിലപ്പോൾ ആനന്ദം. അത് മതി എൻ്റെ കൽവിലപ്പോൾ ആനന്ദം. ഇന്നെൻ്റെ കരളിലെ പൊന്നാണി പാടത്തൊരു പുന്നാരപ്പനന്തത്ത പറന്നു വന്നു. ഒരു പഞ്ചാര പനന്തത്ത പറന്നു വന്നു. ഇന്നെൻ്റെ കരളിലെ പൊന്നാണി പാടത്തൊരു പുന്നാരപ്പനന്തത്ത പറന്നു വന്നു. ഒരു പഞ്ചാര പനന്തത്ത പറന്നു വന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് മോർണിംഗ്. ഈ പാട്ട് പാടിയപ്പോൾ അതിലെ ഓടക്കുഴൽ എന്നുള്ള നല്ല അർത്ഥമുള്ള വരികളായിട്ട് തോന്നി. അതിലെ ഓടക്കുഴൽ നിന്ന് പാടിയ വരി പാടിയപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർത്തുപോയി. അതായത് എൻ്റെ അങ്കിള് പട്ടം കിട്ടുന്നതിനേക്കാളും മുന്നേ മരിച്ചു പോയ എൻ്റെ അങ്കിള്
മരിക്കുന്നതിനേലും മുൻപ് അങ്കിള് താഴെ കിച്ചണിൽ ഊണുമുറിയിലേക്ക് കട്ടുകര വീടിൻ്റെ ഊണുമുറിയിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്ന തക്കം നോക്കി ചെറിയ കുട്ടിയായ ഞാൻ കോണി ഭയങ്കര സ്പീഡിൽ കയറി മുകളിലുള്ള അങ്കിളിൻ്റെ റൂമിൽ പോയി വീണ ഒരു കൊട്ടുകൊട്ടും. അന്ന് കാലത്തുള്ള പാട്ടിൻ്റെ ഉപകരണങ്ങളുമേ ഒക്കെ ഓരോ കൊട്ടുകൊട്ടും. അതിൻ്റെ ഇടയിലൂടെ ഓടക്കുഴലെടുക്കും. 2 ഫൂ ഫൂന്ന് ആ ഓട്ടകളിലൂടെ ഒരു 4 ഊത്തൂതും. ഉള്ള തുപ്പലം മുഴുവനും അതിൽ നിറയ്ക്കും. അങ്ങനെ ആഗ്രഹം കൊണ്ടാണ് ഓരോ മ്യൂസിക്കിൻ്റേതായ പാട്ടിൻ്റേതായുള്ള ഓരോ ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ളൊരു കൊതി. ആള് പാട്ട് പാടുമ്പോഴൊക്കെ ഞാൻ താഴെ നിന്ന് ശ്രദ്ധിക്കാറുണ്ട്. പതുങ്ങി നിന്ന് ആളുടെ റൂമിൻ്റെ സൈഡിൽ നിന്ന് പതുങ്ങി നിന്ന് പാട്ട് പാടുന്നതും ഇൻസ്ട്രുമെൻ്റ് ഇതൊക്കെ വായിക്കുന്നതും അതോടൊപ്പം ഈ ഓടക്കുഴലും പെരുന്നാളിന് മേടിക്കണ പോലത്തെ ഒരു ചുണ്ടിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഓട്ടോട്ടായിട്ട് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ റൂമിലുണ്ട്. അപ്പോൾ ആൾ ഭക്ഷണം കഴിക്കാൻ വരുന്ന നേരം നോക്കി ഓടിപ്പോയി അതൊക്കെ ട്രയൽ ചെയ്തു നോക്കും. കൂട്ടത്തിൽ ചുണ്ടിൻ്റെ അവിടെ വെച്ചിട്ടുള്ള ആ ഉപകരണങ്ങളിലൊക്കെ എൻ്റെ കുറേ ഊത്തൂതി തൂപ്പലൊക്കെ നിറച്ച് പതുക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. ആൾ മുകളിൽ വരുമ്പോൾ ആൾക്കറിയാം ഇതിൻ്റെ പണി എൻ്റെ പണി തന്നെയാണ്, ഇത് ചെയ്തു വെച്ചേക്കണേന്ന് ഒന്നും പറയാറില്ല. പിന്നെ ആ തൂപ്പലം വെടുപ്പാക്കണമെങ്കിൽ ആൾ ഒരിത്തിരി നേരം എടുത്തിട്ട് അതൊക്കെ ശരിയാക്കും. ഇത് ഈ പാട്ട് പാടിയപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു. പാട്ട് ഞാൻ പാടിയത് നന്നായിട്ടില്ല എന്ന് എനിക്കറിയാം. ഇത് ഓരോ വരി പാടി അവസാനിക്കുമ്പോഴും എൻ്റെ കിതപ്പ് രോഗത്തിൻ്റെ ആ ലക്ഷണങ്ങളൊക്കെ ഓരോ വരികളിലും അവസാനിക്കുന്നുണ്ട് കിതപ്പോടുകൂടി. എന്നാലും പാടാനുള്ള കൊതി കൊണ്ട് അർത്ഥമുള്ള പാട്ടും എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിലെ കുറച്ച് കാര്യങ്ങളുള്ള പാട്ടായതുകൊണ്ട് പാടിയെന്ന് മാത്രം. എല്ലാവർക്കും നന്മ വരട്ടെ.